ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യനാണ്. യോജയത എന്നാണ്. യോജയത എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. 2 സെൻറ്റൻസ് തരും, അത് യോജിപ്പിക്കണം. ഏതുകൊണ്ട്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് യോജിപ്പിക്കണം. സൂര്യ ഉദയത്തെ, അതൊരു സെൻറ്റൻസ്. പുഷ്പാണി വികസന്തി. സൂര്യ ഉദയം, സൂര്യൻ ഉദിക്കുന്നു. പുഷ്പാണി, പുഷ്പങ്ങൾ വികസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ യഥാ തഥാ ചേർത്ത്, യഥാ തഥാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊരു അവ്യയമാണ്. അവ്യയത്തിൽ വരുന്നതാണ് യഥാ തഥാ. യഥാ എപ്പോൾ, തഥാ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒന്നിച്ചാക്കാം? യഥാ സൂര്യ ഉദയത്തെ തഥാ പുഷ്പാണി വികസന്തി എന്നാവും. യഥാ എപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, അപ്പോൾ തഥാ പുഷ്പാണി പുഷ്പങ്ങൾ വികസിക്കുന്നു എന്നായി. ഇതാണ് യഥാ തഥാ ചേർത്ത് പറയുന്നത്. അടുത്ത വേറൊന്ന്, ത്വം കഥയിഷ്യസി അഹം കരിഷ്യാമി. ത്വം നീ, കഥയിഷ്യസി പറയും, നീ പറയും. ഇത് കഥയിഷ്യസി റിട്ടാണല്ലേ, ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അപ്പം കഥയിഷ്യസി നീ പറയും. അഹം കരിഷ്യാമി, അഹം ഞാൻ, കരിഷ്യാമി ചെയ്യും. അപ്പോൾ നീ പറയും, ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. രണ്ടും ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിനെ യഥാ തഥാ, യഥാ യഥാ എങ്ങനെയാണോ, തഥാ അങ്ങനെ. യഥാ ത്വം കഥയിഷ്യസി, എങ്ങനെയാണോ നീ പറയുന്നത്, തഥാ അങ്ങനെ, അഹം കരിഷ്യാമി അങ്ങനെ ഞാൻ ചെയ്യും. അതും രണ്ടും എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്, റിട്ടാണ്. ഇവിടെ ത്വം വന്നതുകൊണ്ടാണ് കഥയിഷ്യസി വന്നത്, അഹം വന്നതുകൊണ്ടാണ് കരിഷ്യാമി വന്നത്. അടുത്ത വൃഷ്ടി ഭവിഷ്യതി. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ, ഭവിഷ്യതി വൃഷ്ടി ഉണ്ടാകും. ഇതും എന്താണ്? റിട്ടാണ്, ഫ്യൂച്ചർ ടെൻസ്. അന്നമപി, അന്നം പ്ലസ് അപി, അന്നവും. ഈ അപി എന്നുള്ളത് എന്താണ്? ഒരു അവ്യയമാണ്. അന്നമപി പര്യാപ്തം ഭവിഷ്യതി, അന്നവും ആഹാരവും. പര്യാപ്തം, പര്യാപ്തം തികയുക, ആവശ്യത്തിനുള്ളാകുക. പര്യാപ്തം പര്യാപ്തം ആകും. അതിനെ യതി തർഹി, യതി എന്ന് പറഞ്ഞാൽ ഈഫ് എന്നുള്ള ഇംഗ്ലീഷിൽ പറയുന്നത്. യതി, ഇഫ്. യതി അങ്ങനെയാണെങ്കിൽ, എങ്കിൽ എന്നാണ് ഈ തർഹി വരുന്നത്. അപ്പോൾ ചേർത്ത് പറയും യതി തർഹി എന്താണ്? ഒരു അവ്യയം തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം ഓരോ അവ്യയങ്ങളാണ്. അതെങ്ങനെ വരും? യതി വൃഷ്ടി ഭവിഷ്യതി, യതി ഇഫ് വൃഷ്ടി മഴ ഉണ്ടാവുകയാണ്, തർഹി എങ്കിൽ. അപ്പം മഴ ഉണ്ടായാൽ എന്നുള്ള അർത്ഥം. തർഹി അന്നമപി പര്യാപ്തം ഭവിഷ്യതി, അന്നവും ആഹാരവും. അരി എന്നൊക്കെയുള്ള അർത്ഥം. അന്നം അപി, അന്നം പ്ലസ് അപി. പര്യാപ്തം ആവശ്യത്തിന് ഉണ്ടാകും, കാണും എന്നുള്ള അർത്ഥം. അപ്പം മഴ ഉണ്ടായാൽ, യതിവൃഷ്ടി ഭവിഷ്യതി മഴ ഉണ്ടായാൽ, അന്നമപി പര്യാപ്തം ഭവിഷ്യ മഴ ഉണ്ടായാലും അന്നം ആവശ്യത്തിന് ഉണ്ടായിരിക്കും. അത് ഫ്യൂച്ചർ ടെൻസ്. അടുത്ത നോക്കിയോളൂ, 4ാമത്തത് ജലം ഭവതി. ജലം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. വൃക്ഷാഹ അപി ഭവന്തി. വൃക്ഷാഹ വൃക്ഷങ്ങളും, അപി എന്ന് പറഞ്ഞാൽ ഓൾസോ എന്നുള്ള അർത്ഥം. വൃക്ഷാഹ അപി ഭവന്തി വൃക്ഷങ്ങളും ഉണ്ട്. ഇതിനെ എത്ര തത്ര, എത്ര എന്ന് പറഞ്ഞാൽ എവിടെ, തത്ര അവിടെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എവിടെ ജലമുണ്ട് അവിടെ വൃക്ഷങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ എത്ര ജലം ഭവതി തത്ര വൃക്ഷാഹ അപി ഭവന്തി എന്നാണ്. എവിടെ ജലമുണ്ട് അവിടെ തത്ര വൃക്ഷങ്ങളും, വൃക്ഷാഹ അപി, അപി എന്ന് പറഞ്ഞാൽ അവ്യയമാണ്, വൃക്ഷങ്ങളും ഭവന്തി ഉണ്ട്. അടുത്ത രമേശ ദരിദ്ര. രമേശൻ ദരിദ്രൻ. സഹ ദാനം കരോതി, അവൻ ദാനം ചെയ്യുന്നു. കരോതി എന്ന് പറയുന്നത് ചെയ്യുക എന്നുള്ളത്, ഡു എന്നുള്ള അർത്ഥം. കരോതി വർത്തമാനകാലമാണ്. ലട്ട് കരോതി, കുരുതഃ കുർവന്തി, കരോതി. അപ്പോൾ രമേശ ദരിദ്ര സഹ ദാനം കരോതി. ഇവിടെ യദ്യപി തഥാപി എന്നാണ് പറഞ്ഞത്. യദ്യപി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഇങ്ങനെയാണ് എന്നിട്ടും, തഥാപി ഇങ്ങനെയാണ് എന്നുള്ള അർത്ഥമാണ്. യദ്യപി തഥാപി എന്നുള്ള എന്നിട്ടും. അപ്പോൾ യദ്യപി, പിന്നെ രമേശൻ ഇങ്ങനെയാണ്, ദരിദ്രനാണ്, എന്നിട്ടും ദാനം ചെയ്യുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. രമേശൻ ദരിദ്രനാണ് എന്നിട്ടും അവൻ ദാനം ചെയ്യുന്നു. അതെങ്ങനെ പറയും? യദ്യപി രമേശഃ ദരിദ്രഃ, യദ്യപി രമേശഃ ദരിദ്രഃ തഥാപി എന്നിട്ടും സഹ ദാനം കരോതി എന്നാണ്. യദ്യപി രമേശഃ ദരിദ്രഃ
തഥാപി സഹ ദാനം കരോതി. രമേശൻ ദരിദ്രനായിരുന്നിട്ടും അവൻ ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അവ്യയം തന്നിട്ട് അത് 2 സെൻറ്റൻസും കൂടി ഒന്നിച്ചാക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് 8ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ദിവസം വേറൊരു ടൈപ്പ് ചോദ്യവുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.